നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ എൽ ക്ലാസിക്കോ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള കോച്ചുമാരുടെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞു. നാളെയാണ് കളി. നാളെ രാത്രി ഇന്ത്യൻ സമയം 12:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ടും മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 സൗദി അറേബ്യൻ നഗരമായ ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് ഈ കളി. അപ്പോൾ സെമിഫൈനൽ മത്സരത്തിൻ്റെ സമയത്ത് ജിദ്ദയിൽ ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ പരിക്ക് മൂലം മാഡ്രിഡിൽ തന്നെ തുടർന്ന് റയലിൻ്റെ സ്ക്വാഡിൽ ഉണ്ടാവാതിരുന്ന എംബാപ്പയെ ഫൈനലിനായിട്ട് ഇപ്പോൾ ജിദ്ദയിൽ ലാൻഡ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൻസി ഫ്ലിക്കിനോട് ചോദിക്കുകയാണ്, കിലിയൻ എംബാപ്പെ ജിദ്ദയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മറുപടി, റൈറ്റ് നൗ എംബാപ്പെ ഈസ് ദി ബെസ്റ്റ് സ്ട്രൈക്കർ. ഇപ്പോൾ എംബാപ്പയാണ് മികച്ച സ്ട്രൈക്കർ. അതാണ് ഇപ്പോൾ എക്സാക്ട്ലി ദി കേസ്. ഹി ഈസ് ദി ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് സ്ട്രൈക്കർ. ഒരുപാട് ഗോളുകൾ അദ്ദേഹം അടിക്കുന്നു, ഒരുപാട് ഗോളുകൾ. അവൻ വേൾഡ് ക്ലാസ് പ്ലെയർ ആണ് എന്നാണ് ഫ്ലിക്കിൻ്റെ പ്രതികരണം വന്നത്. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ എംബാപ്പെ വന്നാൽ നിങ്ങളുടെ ഡിഫൻസ്, ഹൈലൈൻ ഡിഫൻസ് പൊളിക്കില്ലേ? ഫ്ലിക്കിൻ്റെ മറുപടി, ആ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനോട് ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. അതായത് എത്ര എൽ ക്ലാസിക്കോ മത്സരങ്ങൾ കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയ്ക്ക് ഞങ്ങൾ തോറ്റിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് പറയാമോ? അപ്പോൾ റിപ്പോർട്ടർ പറഞ്ഞ മറുപടി, നിങ്ങൾ ഒരു കളിയാണ് തോറ്റത്. അപ്പോൾ ഫ്ലിക്കിൻ്റെ മറുപടി, യെസ്, ഞങ്ങൾ ഒരു കളിയാണ് തോറ്റത്. ഓക്കെ, അതാണ് എനിക്കിതിനുള്ള ഉത്തരം പറയാനുള്ളൂ. എനിക്കറിയാം എംബാപ്പെ ഒരു ഗ്രേറ്റ് പ്ലെയർ ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്പേസ് കിട്ടിയാൽ, ആ ലാസ്റ്റ് ലൈനപ്പുറത്ത് സ്പേസ് ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തും. ഹീസ് റിയലി എക്സെപ്ഷണൽ. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ടീമിനോടാണ്, ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നിനോടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളും അതിനനുസരിച്ച് അഡാപ്റ്റഡ് ആയിട്ടായിരിക്കുമല്ലോ കളിക്കുക. ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ബട്ട് ഇത് എംബാപ്പയെ മാത്രം ഉദ്ദേശിച്ചല്ല, അത് എതിർ ടീമിനെ മൊത്തം കണക്കിലെടുത്തിട്ടാണ് ഞങ്ങൾ അതനുസരിച്ച് കളിക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് റയൽ മാഡ്രിഡ് ആൻഡ് ഇറ്റ്സ് അബൌട്ട് ഹൗ വി വാണ്ട് ടു പ്ലേ. അതാണ് പ്രധാനം. ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത്, അതനുസരിച്ച് ഞങ്ങൾ കളിക്കളത്തിൽ കളിക്കും. സിറ്റുവേഷൻ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ഫിലോസഫിയിൽ ഫോക്കസ് ചെയ്യും. ഞങ്ങളുടെ ഐഡിയ ഉണ്ട് എങ്ങനെ കളിക്കണമെന്ന്. അതാണ് ഞങ്ങൾ ശ്രമിക്കുക. ഞങ്ങൾക്ക് ബാഴ്സയെ പോലെ തന്നെ കളിക്കണം. അല്ലാതെ അവിടെ എംബാപ്പെ ഉണ്ടെന്ന് വിചാരിച്ച് ഞങ്ങളുടെ കളി രീതിയിൽ മാറ്റം വരുത്താൻ പോകുന്നില്ല എന്ന് തന്നെ വളരെ കൃത്യമായി വ്യക്തമായി ഹൻസി ഫ്ലിക്ക് പറഞ്ഞു വെക്കുകയാണ്. എംബാപ്പെ ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കറാ, സംശയമില്ല. ഫ്ലിക്ക് എന്നെ സമ്മതിക്കുക. പക്ഷേ എംബാപ്പയ്ക്ക് എംബാപ്പയുടെ രീതി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയുണ്ട്. കാണാൻ കളത്തിൽ. അതാണ് അതിൻ്റെ അർത്ഥം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.